അങ്ങനെ നമ്മുടെ KLFിന്റെ രണ്ടാമത്തെ ദിവസം കാണാൻ വന്നതാണ്. 9ാമത്തെ എഡിഷനാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ. നമ്മുടെ KLFിന്റെ എല്ലാ മുക്കിലും മൂലയിലും വരെ ലൈറ്റുകളും മറ്റ് തോരണങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ച്. അങ്ങോട്ട് പോകുമ്പോൾ തിരക്ക്, ഇങ്ങോട്ട് പോകുമ്പോൾ തിരക്ക്, എങ്ങോട്ട് പോകുമ്പോഴും തിരക്കാണ്. ആൾക്കാരെ കൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ ആരും സ്റ്റെക്കല്ല കേട്ടോ. എല്ലാവരും ഓരോരോ പരിപാടി ആസ്വദിച്ച് നടക്കുകയാണ്. KLFിന് കുറേ ആക്ടിവിറ്റീസും കുറേ സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ഥലത്താണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിക്ക്. പിന്നെ KLF മെയിനായിട്ട് സാഹിത്യപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ലോകത്തിൽ തന്നെ കിട്ടാവുന്ന പല പുസ്തകങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ബുക്ക് അധികം വായിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. KLFിന്റെ ഒരു ചെറിയ വൈബ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ മെയിൻ സ്റ്റേജിലേക്ക് നീങ്ങി. അപ്പോൾ അവിടെ ഇന്ന് ഊരാളീൻ്റെ സ്റ്റേജ് പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ കോഴിക്കോട് ബീച്ചിനെ എത്രത്തോളം ഭംഗിയാക്കാൻ കഴിയും അത്രത്തോളം അലങ്കരിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്. നമ്മൾ എത്തുമ്പോൾ തന്നെ ഇവിടെ ഏകദേശം ആൾക്കാരൊക്കെ അവിടെ ഫുള്ളായിട്ടുണ്ട്. ഊരാളിൻ്റെ പാട്ടൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഊരാളിൻ്റെ പരിപാടി ഏകദേശം കഴിയാനായിരുന്നു. ഞങ്ങൾ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.